ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് കാണുമ്പോൾ തന്നെ അറിയണുണ്ടാവും ഞാൻ എങ്ങോട്ടോ പോകാൻ നിൽക്കുക എന്നുള്ളത്. ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ പറഞ്ഞൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഫാമിലിക്കൊത്ത് എനിക്ക് പോകാൻ കിട്ടിയൊരു അവസരം ഇപ്പോഴാണ്. ഞങ്ങൾ പോകുന്നത് എറണാകുളത്തേക്കാണ്. പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല, എല്ലാവരും കോമൺലി പോകുന്നത് തന്നെയാണ്. അതേപോലെ ഞാനും ഹസ്ബൻഡും കുട്ടിയും കൂടെ പോയി. ഞങ്ങൾ പട്ടാമ്പിയിൽ നിന്ന് ഡയറക്റ്റ് എറണാകുളം സൗത്തിലേക്കാണ് പോയത്. അവിടുന്ന് ഞങ്ങൾക്ക് തൃപ്പൂണിത്തറയാണ് ഞങ്ങൾ റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളവിടുന്ന് മെട്രോ എടുത്ത് ഞങ്ങൾ തൃപ്പൂണിത്തറയിൽ നിന്ന് എറണാകുളം സൗത്തിൽ നിന്ന് തൃപ്പൂണിത്തറയ്ക്ക് പോവുകയാണ്. വലിയ ലാഗിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചൊക്കെ ഇങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് ഇവിടുന്ന് ഒരു 4 മണിക്കൂറിൻ്റെ അടുത്തുള്ള കഷ്ടി യാത്ര അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എസ്കലേറ്ററും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുട്ടി അതിൽ കയറി ഇറങ്ങുക അങ്ങനെയൊക്കെയായിട്ട് ഞങ്ങൾ ചീത്ത പറയുന്നതാണ്. പിന്നെ അതേപോലെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് മെട്രോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. എല്ലാവരും കയറിയിട്ടുണ്ടാവും, മെട്രോയിൽ കയറിയ ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല, കുട്ടി അവൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്നാണ് പറഞ്ഞത് നല്ല അവൻ എൻ്റെ കൂടെയാണല്ലോ വരേണ്ടത്. നല്ല അടിപൊളിയായിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ. ഇതിൻ്റെ ഫസ്റ്റ് യാത്രയല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനിതിൻ്റെ മുന്നേ ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത് എറണാകുളത്തേക്ക്. അപ്പോൾ തൃപ്പൂണിത്തറ എനിക്ക് കണ്ടതിൽ ഭയങ്കര അടിപൊളിയായി തോന്നിയിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നതൊക്കെ. എല്ലാ നമ്മളുടെ കലാരൂപങ്ങളുടെയും ഇങ്ങനെ സ്റ്റാച്യു ആയിട്ട്. അവിടുന്ന് ഞങ്ങൾക്ക് ഓട്ടോ എടുത്തിട്ട് കുറച്ചൊരു 5 മിനിറ്റിൻ്റെ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ PWD ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങളവിടെ റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെത്തി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഹിൽ പാലസ് മ്യൂസിയം തൃപ്പൂണിത്തറ അങ്ങോട്ടേക്കാണ് പോയത്. ഇവിടെ ഞാനിത് സെക്കൻഡ് ടൈമാണ് വരുന്നത്. അത്ര വലിയ എക്സൈറ്റഡ് ഒന്നുമല്ല, പക്ഷേ അവന് ഇതേപോലെ മണിച്ചിത്രത്താഴം കണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കുട്ടിക്കുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് വലിയ പുതുമയായിട്ട് തോന്നുന്നില്ല. എന്നാലും ഞാൻ വീഡിയോ എടുക്കേണ്ട വെച്ചിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും അതേപോലെ റീൽസ് ഇടാനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ റീൽസിന് വേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം ഞങ്ങൾ അതിനൊക്കെ നടന്ന് കണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക, ഇത് എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാകും ഈ ഒരു പാലസിൽ വെച്ചിട്ട് അവർ വീഡിയോ ഒക്കെ എടുക്കാൻ. അത് കണക്ട് ചെയ്തിട്ടൊക്കെ എടുക്കേണ്ട ഒരു എല്ലാവരുടെയും ബ്രില്യൻസ് തന്നെ അല്ലേ. അങ്ങനെ ഞങ്ങളടുത്ത് കുളമൊക്കെ കാണാൻ പോയി. കുളത്തിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുറച്ച് നേരം നടന്ന് ആ കുളത്തിലോട്ട് കുറച്ചും കൂടി നടക്കാനുണ്ടല്ലോ. പാലസ് നടന്നിട്ട് ഞങ്ങളാകെ ബോറടിച്ച് കുളമൊക്കെ കണ്ട്. അവിടെ കണ്ടതിൽ എനിക്കിഷ്ടപ്പെട്ട്, ഞാൻ അന്ന് കാണാത്തൊരു കാഴ്ച ഉണ്ടായിരുന്ന ഈ ഊഞ്ഞാലായിരുന്നു. കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടി. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഡിയർ പാർക്കും കാര്യങ്ങളും ഉണ്ട്. ഏട്ടനും കുട്ടി അവിടെ ഇരുന്നിട്ട് അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് നീപ്പിച്ചിട്ട് അവരിരുന്ന ആടാണ്. ആ ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്ന മരം അതേപോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ ഒരു സിറ്റിംഗ് പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല റിലാക്സ് ചെയ്ത് കുറച്ച് നേരമൊക്കെ ഇരുന്നു. അപ്പോഴേക്കും ടൈം ഓൾമോസ്റ്റ് ഒരു 5 മണി ആയിട്ടുണ്ട്. 5 മണിയല്ല, ഒരു 6 മണിയോളൊക്കെ ആയിട്ടുണ്ടാവണം. അവിടെ ഒരു ഡൈനോസറിൻ്റെ വലിയൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് കഴിഞ്ഞ് റൂമിലോട്ട് പോയിട്ട് ഫ്രഷായി. പിന്നെ തിരിച്ച് പോയത് എടപ്പള്ളി പോയി, ലുലു മാളിലാണ് പോയത്. ഞാൻ ട്രിവാൻഡ്രം ലുലു മാളിൽ പോയിട്ടുണ്ട്, പക്ഷേ ഈ എറണാകുളം എടപ്പള്ളിയിലെ ലുലു മാളിൽ ഫസ്റ്റ് ടൈമാണ്. നമുക്ക് മെട്രോൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ഉണ്ട്. ഞങ്ങൾ അങ്ങനെയാണ് പോയത്. ഒരുപാട് കാണാനുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ പൊതുവേ അങ്ങനെ ഭയങ്കര നടക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാവുകൊണ്ട് കുറച്ചൊക്കെ ചുറ്റി കണ്ട് നേരെ ഞങ്ങൾ ഫുഡ് കോർട്ട് പോയിരുന്ന് അവിടെ എന്തൊക്കെ പുതിയ ഐറ്റംസ് ഉള്ളതെന്നൊക്കെ നോക്കി. അവസാനം ആസ് യൂഷ്വൽ എപ്പോഴും ഓർഡർ ചെയ്യണ പോലെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ബ്രോസ്റ്റഡ് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ച് കുറച്ച് 1-2 കടകളുടെ മുന്നിൽ കൂടെയൊക്കെ പോയി. പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല. അങ്ങനെ പർച്ചേസ് അഡിക്റ്റഡ് അല്ല ഞാനുമല്ല, പേഴ്സണലി ഞാനുമല്ല, ഏട്ടനുമല്ല. എനിക്കിങ്ങനെ ബ്രാൻഡഡിനെക്കാട്ടിലും കുറച്ചും കൂടെ ചീപ്പ് ഐറ്റംസാണ് ഇഷ്ടം. അപ്പോൾ അവിടെ ഈ കുട്ടികളുടെ ഏരിയ ഉണ്ടായിരുന്നു, കിഡ്സിൻ്റെ ഇങ്ങനെ ഈ ഗെയിമിൻ്റെ സെക്ഷനൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കാർഡൊക്കെ എടുത്തിട്ട് അവന് കുറച്ച് എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. ഫുഡ് കഴിച്ച വഴിക്കാവുകൊണ്ട് ഞങ്ങളപ്പോൾ ഭയങ്കര നല്ല ഓക്കെ ആയിരുന്നു, നമ്മളുടെ ക്ഷീണമൊക്കെ മാറി. അവൻ എല്ലാത്തിലും കയറിയിട്ട് ഞാൻ അവിടെ സീറോ ഗ്രാവിറ്റി കണ്ടു, അതിലൊന്ന് കയറി. പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് നടന്നതൊന്നും ഓർമ്മയില്ല. ഫുഡ് കഴിച്ചതൊക്കെ വൊമിറ്റ് ചെയ്യാൻ വന്നിട്ടും തലവേദനയായിട്ടും ഞാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ കൂടി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ആകെ ബ്ലാങ്ക് ഔട്ടാണ്. എനിക്ക് ആകെ ക്ഷീണം വന്നിട്ടും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് കയറിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഏട്ടൻ ഫസ്റ്റ് ടൈം എൻ്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം എക്സ്പ്ലോർ ചെയ്യണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവരും കുട്ടിയും കൂടെ ഈ കാറൊക്കെ എടുത്ത് അതിലൊക്കെ കയറി ഓടിക്കുന്നുണ്ടായിരുന്നു. അവന് നല്ല ഇഷ്ടമായി കേട്ടോ കുറേ സംഭവങ്ങൾ. പക്ഷേ ഞങ്ങൾ ചെറിയ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് എടുത്തിട്ട് ആവശ്യമില്ല, അവൻ എല്ലാത്തിലൊന്നും കയറില്ല, കുട്ടികളുടെ കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ
ആക്ടിവിറ്റീസാണ്, അതിനൊന്നും അവന് ഇഷ്ടമില്ല. ഇത് ഞങ്ങളുടെ ഡേ 1 കഴിഞ്ഞല്ലോ അല്ലേ, ഡേ 2ൻ്റെ മോർണിംഗ് ആണ്. എൻ്റെ കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും, ലേറ്റ് നൈറ്റാണ് എത്തിയത്. എത്തിക്കഴിഞ്ഞിട്ട് ആകെ ടയേർഡാണ്. എന്നിട്ട് നീറ്റ് കഴിഞ്ഞിട്ട് ഞാനും കുട്ടിയും കൂടെ ഒന്ന് വാമപ്പ് ആവാൻ വേണ്ടി ഞങ്ങൾ നടക്കാനിറങ്ങി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ട്. ഞങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെയായിട്ട് എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനത് കാട്ടി കൊടുക്കാൻ ഉള്ളിലോട്ട് കയറി. രാവിലെ വർക്കിംഗ് അല്ലല്ലോ, അവിടെ 4 മണിക്ക് ശേഷം എന്താണ് എൻട്രൻസ് എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ കാട്ടിക്കൊടുത്ത് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. ഞങ്ങൾ നേരെ ഇവിടെ വന്നു, നമ്മളുടെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വാട്ടർ മെട്രോനാണ് പോകുന്നത് കേട്ടോ. വാട്ടർ മെട്രോയും ഇതേപോലെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അവന് നടന്ന് ബോറടിച്ചിട്ട് അവൻ എൻ്റെ ഒക്കത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും വീഡിയോ എടുക്കാൻ വിളിച്ച് ഇങ്ങനെ യോയോ കാണിച്ചുകൊണ്ടിരിക്കും. കൊച്ചിയിലോട്ട് പോകാൻ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മളുടെ മെട്രോ വന്ന് നമ്മൾ കയറിയിരുന്നു. ഇതേപോലെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂടി കുഴപ്പമുണ്ടായില്ല. എനിക്കിതേപോലെ ചെറിയൊരു തലവേദന, യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മൈഗ്രെയിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എങ്ങോട്ടേക്ക് പോകണമെങ്കിലും ടാബ്ലറ്റ് കയ്യിൽ കരുതണം. അതേപോലെ ഇങ്ങനെ ഷേക്കിങ്ങൊക്കെ വന്നാൽ പെട്ടെന്ന് തലവേദന വരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മെട്രോയിലൊക്കെ കയറിയിരുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ നല്ല ഓളത്തിലങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ പോകുമ്പോൾ നമ്മൾ നമ്മളുടെ ഈ ബോൾഗാട്ടി മ്യൂസിയം അത് കണ്ടു. പിന്നെ വലിയ എന്തൊക്കെയോ കണ്ടെയ്നർ വന്നിറക്കുന്ന സ്ഥലങ്ങളും അങ്ങനത്തെ ഒരുപാട് അവരിങ്ങനെ പറയുന്നുണ്ട്. വണ്ടിയിൽ തന്നെ ഇങ്ങനെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെള്ളി നക്ഷത്രം ഷൂട്ട് ചെയ്ത വീട്, ഫോർട്ട് കൊച്ചി ഞാൻ ഇതേപോലെ പോയിട്ടില്ല. നമ്മൾ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് ഇതേപോലെ എക്സൈറ്റഡ് ആയിരുന്നു. ഇതാണ് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ വെള്ളി നക്ഷത്രം ഷൂട്ട് ചെയ്ത വീട്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്താനായിട്ടുണ്ടായിരുന്നത്. ഫോർട്ട് കൊച്ചി എത്തി. വീഡിയോ കുറച്ചധികം ഉള്ളതുകൊണ്ട് ബോറടിക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാലും താല്പര്യമുള്ളവർ കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചി ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കുറേ ഗൈഡുകൾ കിട്ടും. അവർ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുക, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. പക്ഷേ ഞങ്ങൾ ആരുടെ പിന്നാലെയും പോയില്ല. ഞങ്ങൾക്ക് എല്ലാം അറിയാം എന്നുള്ള മൂഡിൽ ഞങ്ങൾ നടന്നു. പക്ഷേ ഞങ്ങൾക്ക് വഴി തെറ്റി ഗൈസ്. വഴി തെറ്റില്ല, ഞങ്ങൾ അപ്പോഴേക്കും വയ്യാതെയായി നടന്നിട്ട്. അങ്ങനെ നമ്മൾ അവിടെ പോയി. അവിടെ കുറച്ച് അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നടന്ന് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഹാർബർ ഹോട്ടൽ അങ്ങനെ ഏതൊരു സംഭവമൊക്കെ, അവിടേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു റെഡ് FM ആൾക്കാർ വന്നിട്ടൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഓക്സിഡൈസ് ആയിട്ടും ആൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങളും നമ്മളെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഉച്ച നേരമാണ് ഞങ്ങൾ കേട്ടോ ഈ ഫോർട്ട് കൊച്ചിയിലെത്തുമ്പോൾ. എക്സാക്റ്റ് ഒരു 12 മണി ഒക്കെ ആയിട്ടുണ്ട് അവിടേക്ക് എത്തുമ്പോൾ. പക്ഷേ എന്നാലും നല്ല വെയിലിനോടൊപ്പം തന്നെ നല്ല തണവും ഉണ്ടായിരുന്നു. ഓൾഡ് ഹാർബർ ഹോട്ടൽ, ഇത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഫോട്ടോസ് ഇട്ടിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ളതൊക്കെ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു. അതിൻ്റെ അടുത്ത് തന്നെ കുറേ സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മൾ അവിടെ കയറിയിട്ട് ഫിഷ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി, ഗ്രിൽഡ് ഫിഷ്, അങ്ങനെ എന്തൊക്കെയോ 3-4 ഐറ്റംസ് കറക്റ്റ് ഓർമ്മയില്ല, അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു. ഗ്രിൽഡ് ഫിഷ് അതന്നെ. എന്നിട്ട് നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ ആയി. നല്ല പോക്കറ്റ് കീറും പോയി കഴിഞ്ഞാൽ. എന്താണെങ്കിലും നല്ല ഫുഡാണ്, മസ്റ്റായിട്ട് പോയിട്ട് കഴിച്ചിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പ്ലേ ഏരിയ ഉണ്ട്, അങ്ങോട്ടേക്ക് പോയി. ഇതറിയാത്തവർ ഉണ്ടാവില്ല. ഒട്ടുമിക്ക ആൾക്കാരല്ല, മമ്മൂട്ടി ഫാൻസിനൊക്കെ മമ്മൂട്ടിയുടെ ഒരു ഗൂസ് ബംസ് വരുന്നൊരു സിനിമയാണ് ബിഗ് ബി. ആ ബിഗ് ബി ഷൂട്ട് ചെയ്ത വീട്. അതേപോലെ പൃഥ്വിരാജിൻ്റെ ഏതോ ഒരു മൂവി ഇതേപോലെ ഇവിടെ ഷൂട്ടിംഗ് ഉണ്ട്, ഏതോ ഒരു റീമേക്കാണ്. അത് ഇതേപോലെ കണ്ടു. പിന്നെ ഇവിടെ എവിടെയായിട്ട് യേശുദാസിൻ്റെ വീടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ കണ്ട് അവിടെ നിന്ന് അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് സെറ്റായി. നമ്മളങ്ങനെ കുറേ നടന്നു. പിന്നെ ഞങ്ങൾ കുറേ ഇവിടെയൊക്കെ പോയി. എന്താ പറയുക, ഡച്ച് പാലസ് മ്യൂസിയമായിട്ട് അവരിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്കൊക്കെ പോയി. അവിടെ നിന്നെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പിന്നെ മട്ടാഞ്ചേരി എത്തിയിരിക്കുന്നു. മട്ടാഞ്ചേരി സിനഗോഗ് അവിടെ പോയി. അവിടെ ഒരു പള്ളി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വീണ്ടും നമ്മൾ അവിടെ നിന്നിട്ട് ബിഗ് ബിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. എന്നിട്ട് മട്ടാഞ്ചേരി സിനഗോഗാണ് കേട്ടോ അത് വീഡിയോ അതിനിടയിൽ സ്പ്ലിറ്റ് ആയോ എന്ന് എനിക്കൊരു ഡൗട്ട്, എന്തപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഇത് അവിടെ അവരുടെ പള്ളിയാണ്. പിന്നെ സൺഡേസിലോ സാറ്റർഡേസിലോ അങ്ങനെ ഏതോ ദിവസമാണ് വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നേരെ വീണ്ടും മറൈൻ ഡ്രൈവിലെത്തി. മറൈൻ ഡ്രൈവിലൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഒരു 5 മണി 5:30 ആയിട്ടുണ്ടാവും. ഈവനിങ് വാക്കാണ്, നല്ല റഷാണ്, തടഞ്ഞിട്ട് നടക്കാൻ വയ്യ ആൾക്കാരേനെ. അങ്ങനെ ഞങ്ങൾ നമ്മൾ വാട്ടർ മെട്രോൻ്റെ അറ്റം തൊട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് ഏറ്റവും വരെ നടന്നു. അവിടുത്തെ സൺസെറ്റാണ്, ഭയങ്കര അടിപൊളിയായിരുന്നു.
അതേപോലെ നല്ല കൊതുകും ഉണ്ടായിരുന്നു. കൊച്ചിയിൽ നല്ല കൊതുകുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഞങ്ങൾ അവിടെ നിന്നൊക്കെ റിലാക്സ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് തിരിച്ചു പോകും. പിറ്റേന്ന് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ടേക്ക് തിരിച്ചു പോകുന്നു. അവിടെ നിന്ന് എടുത്ത ഫോട്ടോസും കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കേട്ടോ. ബൈ.